കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനം നമ്മളാണ്. ഭാഗ്യമുള്ളവരാണ്. ലോകത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഭാഗ്യമുള്ളതാണ് നാം ദൈവത്തിൻ്റെ ജനമായി തീരുക എന്നുള്ളത്. അർത്ഥം ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടം കൊണ്ട് തീരുമ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ബാക്കിയെല്ലാം ഇവിടം കൊണ്ട് അസ്തമിക്കും. പക്ഷേ വിശ്വാസത്താൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ, വചനത്തിൽ ജീവിക്കാൻ ആര് തയ്യാറുണ്ട്, അവർക്ക് പരാജയപ്പെടാൻ ഇടവരില്ല. പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. പ്രതികൂലങ്ങളില്ലാത്ത ലോകത്തിലല്ല ജീവിക്കുന്നത്. ഇതിനെയൊക്കെ ജയിക്കാൻ ഒരു ഭയങ്കര അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകരും. ദൈവത്തിൻ്റെ ഗൈഡൻസ് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ലോകത്തിൻ്റെ സകല ശക്തികളെയും ജയിക്കാൻ ആത്മാവിൻ്റെ അനോയിന്റിങ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടും. ലോകത്തിൻ്റെ സകല ശക്തികളെയും ജയിക്കാൻ പോലീസിൻ്റെ പവർ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. അത് ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റാൻ ആര് തയ്യാറുണ്ട്, അവരെ സഹായിക്കാൻ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. വീര്യമുള്ള ഭുജം നമ്മുടെ ദൈവത്തിനുണ്ട്. നീട്ടിയ ഭുജത്താലാണ് ചെങ്കടലിനെ ഭുജിച്ചത്. മോശയുടെ ഭുജത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങിച്ചെല്ലാനിടയായത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിലും നമ്മുടെ ഭുജം ബലഹീനമാകുമ്പോൾ ബലമുള്ള ഭുജം നമ്മുടെ ഭുജത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവാത്മാവ് നയിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവേ, ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നല്ല പറയേണ്ടത്. അങ്ങയുടെ ബലമുള്ള ഭുജം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തണം. എൻ്റെ മിനിസ്ട്രിയിൽ ആ ഭുജം ഒന്ന് ഇറങ്ങണമേ. ശക്തീകരിക്കുന്ന ഭുജം, അനോയിന്റ് ചെയ്യുന്ന ഭുജം, നടത്തുന്ന ഭുജം, വിടുവിക്കുന്ന ആ ഭുജം ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പറയാൻ തയ്യാറാകും. നോക്കൂ, ദീർഘമായ 40 വർഷം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭുജത്താലാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും വിളിച്ചു പറയുന്നു, ശ്രേഷ്ഠ ഭുജത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് സമർപ്പിക്കപ്പെടുമെങ്കിൽ വീണ്ടും എല്ലാ ദിവസവും ആ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. 40 വർഷം എന്ന് പറയുമ്പോൾ 1 മാസം കഴിഞ്ഞ് ആ ഭുജം മടക്കിയില്ല കേട്ടോ. ചെങ്കടൽ വന്നപ്പോൾ ആ ഭുജം മടക്കിയില്ല. അനേക ശത്രു രാജ്യങ്ങൾ കൂടെ ഇസ്രായേലിന് കടക്കേണ്ടി വന്നപ്പോൾ ആ ഭുജം മാറിപ്പോയില്ല. എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ആ ഭുജം ഇന്നും നമുക്ക് വേണ്ടിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. അവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറാകട്ടെ. സകല പ്രതികൂലങ്ങളെയും ജയിക്കാൻ അവിടുത്തെ കരം നമുക്ക് ശക്തി നൽകും. അതുകൊണ്ട് യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാര്? ഞാൻ നിർണയിച്ചിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലം ആക്കുന്നത് ആര്? ആർക്കും ദുർബലമാക്കാൻ ആ വിശുദ്ധ ഭുജം തിരിച്ചു മടക്കാൻ ആർക്കും കഴിയത്തില്ലെന്നൂടെ ഇന്ന് പകൽ ഒന്ന് ചിന്തിക്കണമേ. സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 21-ാം വാക്യം, യെരൂശലേമിലും യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല. സ്തോത്രം.
ഇതിൻ്റെ ആത്മീയമായ ചില അർത്ഥങ്ങൾ ദൈവാത്മാവിൽ പറയാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. പ്രവചന ഭാഗമാണെങ്കിലും ചില ആത്മീയ വെളിപ്പാടുകൾ കൈമാറാൻ കർത്താവിന് എനിക്ക് നിയോഗം. യഹൂദയിലും യെരുശലേമിലുള്ള കലങ്ങൾ, പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മളെല്ലാം ഒരു വിശുദ്ധ കലമാണ്. കുശവൻ രൂപപ്പെടുത്തി അതിനു മുമ്പ് നല്ലവണ്ണം ഒന്ന് കുഴച്ച് ചവിട്ടി ചക്രത്തിന്മേലിട്ട് കറക്കി ഷേപ്പ് വരുത്തി മിനുസം വരുത്തി ചൂടത്ത് വെച്ച് എല്ലാ പ്രോസസ്സിങ്ങിലൂടെ നടത്തിയ കലങ്ങളാണ് ദൈവത്തിൻ്റെ കരത്തിലൂടെ വെളിയിൽ വന്ന പാത്രങ്ങളാണ്, കലങ്ങളാണ് നമ്മൾ. സ്തോത്രം. ഈ പകൽ ചിന്തിക്കണം, അതിൻ്റെ പിന്നിൽ ഒത്തിരി വില കൊടുത്തു, ഒത്തിരി ശോധനകളുണ്ടായിരുന്നു, കുഴച്ചിലുകളുണ്ടായിരുന്നു, വെയിലിൻ്റെ അനുഭവങ്ങൾ, ചൂടിൻ്റെ കാഠിന്യങ്ങളുണ്ടായിരുന്നു, ചുറ്റപ്പെട്ട അവസ്ഥകൾ, കറക്കപ്പെട്ട അവസ്ഥകൾ ഒക്കെ വന്നത് ഈ കലത്തെ യജമാനൻ്റെ തലത്തിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരാനായിരുന്നു. യെരുശലേം ദൈവത്തിൻ്റെ ജനമാണ്. യഹൂദ സ്തുതിക്കുന്നവനാണ്. സ്തുതിക്കുന്നവനും ദൈവത്തിൻ്റെ ജനവും ഒരു കലമാണ്. ആലയത്തിലെ കലങ്ങൾ നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നു, ഒരു കനാന്യ ശക്തികളും ഇനി അവിടെ നിൽക്കുകയില്ല. വിശുദ്ധ ജനം കലമാണെങ്കിൽ അതിനകത്തേക്ക് ദൈവഹിതമില്ലാത്ത ഒരു പാത്രങ്ങളും കലങ്ങളും വരാൻ പറ്റില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാനുള്ള സന്ദേശം, ദൈവത്തിൻ്റെ കലങ്ങളായ നമ്മൾ, ഇതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണം. ആ കലത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. പരിശുദ്ധാത്മാവെന്ന വെള്ളം ഇറങ്ങണം. ജീവൻ്റെ വചനം അതിനകത്ത് കയറണം. അതിലൂടെ സൗരഭ്യമായൊരു യാഗം, ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗം, പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കുന്ന ഒരു യാഗം, പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഗം കഴിക്കാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. നമ്മളാകുന്ന കലത്ത് ദൈവം യൂസ് ചെയ്യുന്നു. ആ കലത്തിൽ അശുദ്ധമായത് വരില്ല. ആ കലത്തിൽ ദൈവഹിതമില്ലാത്തത് വരില്ല. ആ കലത്തിൽ വചനപ്രകാരമുള്ളതിന് മാത്രമേ സ്ഥാനമുള്ളൂ. കണ്ടോ, ഒരു ഖനാന്യനും ജാതീയ ശക്തികൾക്കും അന്ധകാര മണ്ഡലങ്ങൾക്കും അങ്ങനെയുള്ള കലത്തിനകത്തേക്ക് സ്ഥാനമില്ല. നമ്മുടെ ജീവിതം ഒരു കലമാണ് പ്രിയരെ. എന്തിനാണെന്നറിയാമോ? വിശുദ്ധ യാഗം കഴിക്കാൻ. നോക്കണേ, യെരുശലേമിൽ യഹൂദയിലുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. ഈ കലം യാഗം കഴിക്കുന്ന അനേകരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവന്ന് സ്ട്രോങ് ആക്കാൻ, അനേകരെ ഉപയോഗിക്കാൻ, അനേകർക്ക് ശക്തി പകരാൻ, അനേകരെ ആത്മാവിൽ ബലപ്പെടുത്താൻ, പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ കൊടുക്കാൻ. സ്തോത്രം. വേവുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വെളിപ്പാട് പറയാം. പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളത്തിനകത്തേക്ക്, ആ ടെമ്പറേച്ചറിനകത്തേക്ക് വേവുമ്പോൾ സകല അശുദ്ധികളും മാറും, വിഷങ്ങൾ മാറും, മാലിന്യങ്ങൾ മാറും. പ്രൈസ് ഗോഡ്. ആത്മാവിൽ വെന്തു വരുമ്പോൾ പുതിയൊരു വ്യക്തിത്വമായി തിരിച്ചു വരും. ആത്മശക്തിയുള്ളവനായി മാറും. അത് മറ്റുള്ളവർ കൂടെ ഉപയോഗപ്രദമായി ആത്മാവിൻ്റെ ഫലമായി മാറും. വന്ന് വാങ്ങിക്കത്തക്ക രീതിയിൽ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പ്രാർത്ഥനയുടെ ശക്തി കൊടുക്കാൻ, വചനത്തിൻ്റെ ശക്തി കൊടുക്കാൻ, പ്രാർത്ഥനയുടെ അനേകരെ വിടുവിക്കുവാൻ, ദൈവശക്തി അവരിലേക്ക് പകരാൻ, ആത്മാവിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി ഈ കാലത്തെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഏൽപ്പിക്കാമോ? ഞാനൊരു കലമാണ്, വിശുദ്ധ കലം. സ്തോത്രം.
നോർമൽ കലമല്ല, വിശുദ്ധ കലം. വിശുദ്ധിയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോകും. വളരെ സൂക്ഷ്മതയോടെ, ദൈവകൃപയോടെ ഇതിനെ സൂക്ഷിക്കാൻ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ, നമ്മുടെ പ്രവൃത്തികളെ സൂക്ഷിക്കാൻ, പരിശുദ്ധാത്മാവിൽ സജ്ജരാകാൻ ഈ പകൽ അവിടുത്തെ ആത്മാവ് ഉപദേശിക്കുന്നു. നിങ്ങളിലൂടെ അനേകർ വിടുവിക്കപ്പെടണം, അനേകർ ജീവിക്കണം, അനേകർക്ക് ബലം പകരണം, ആത്മാവിന്റെ സാന്നിധ്യം അവരിലേക്ക് വെളിപ്പെടണം. സ്തോത്രം. അനേകർ വന്ന് വേവിക്കും. സ്തോത്രം. ആ വാക്യമൊക്കെ വളരെ ആഴമുള്ളതാ. കരിക്കരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. കാരണം ഈ കലത്തിൻ്റെ പ്രത്യേകത ഇത് അനേകർക്ക് കൊടുക്കാനുള്ളതാ. ഇതിലൂടെ അനേകർ പുറത്തു വരാനുള്ളതാ. അനേകരുടെ കീടങ്ങൾ മാറേണ്ടതാ, അനേകരുടെ മലിനതകൾ മാറേണ്ടതാ, അനേകർ രോഗസൗഖ്യങ്ങളിലേക്ക് വരേണ്ടതാ, അനേകർ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരേണ്ടതാ. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലത് അവർക്ക് കൊടുക്കാൻ ദൈവാത്മാവിൽ പ്രാപിക്കുന്ന ശ്രേഷ്ഠമായ ചില കാലങ്ങളായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ കണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാമോ? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ എന്നെ ഒന്ന് യൂസ് ചെയ്യണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ ഒന്ന് പണിയണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവകൃപയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ എത്ര പേർ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ എത്ര പേർ തയ്യാറുണ്ട്? സ്വർഗം നിങ്ങളെ ടച്ച് ചെയ്യുന്നു, ദൈവാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്നു, അവിടുത്തെ ആത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും വിശുദ്ധ കലമാക്കി അവിടെ ഞങ്ങളെ രൂപപ്പെടുത്തിയല്ലോ. ആ കുശവൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കുഴച്ചു, ചാവുട്ടി, ചൂടത്ത് വെച്ചു. കർത്താവേ, ചക്രത്തിന്മേലിട്ട് കറക്കി. ഇതെല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങളിലൂടെ അനേകർ വിടുവിക്കപ്പെടാൻ, ദൈവമഹത്വം വെളിപ്പെടാൻ, ആത്മശക്തി വ്യാപരിക്കാൻ, അന്ധകാര മണ്ഡലങ്ങൾ ഞങ്ങളിലൂടെ പുറത്തു പോകാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടശക്തികൾ അഴിഞ്ഞു മാറാൻ, ദൈവ സാന്നിധ്യം ഞങ്ങളിലൂടെ വെളിപ്പെട്ടു വരാൻ അവിടെ ഞങ്ങളെ കണ്ടിരിക്കാൻ സ്തോത്രം. ഇന്ന് പകലും നൽകിയ വിടുതലുകൾക്കായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം, ദൈവിക സമാധാനത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്കാം യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം ഒരു കലമാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. വിശുദ്ധ കലമാണ്. അത് സൂക്ഷിക്കുക, സൂക്ഷ്മതയോടെ മുമ്പോട്ട് കൊണ്ടുപോവുക. അതിലൂടെ അനേകർ വിടുവിക്കപ്പെടാൻ, ദൈവപ്രവൃത്തി കാണാൻ, അനേകർക്ക് രുചിയുള്ള ശ്രേഷ്ഠകരമായത് കൊടുക്കാൻ ഈ കലം ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഏൽപ്പിക്കുമോ? കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങളെ സൗഖ്യമാക്കുന്നു, ബലം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസവിച്ചു.